VC അഭിലാഷൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ VC അഭിലാഷ്, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ള ഒരു പേര് ചെറുതല്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയുടെ ഒരു ചരിത്രം എഴുതാനൊട്ട് സാധിക്കുകയുമില്ല. പക്ഷെ അതിനർത്ഥം എന്തും പറയാം, അല്ലെങ്കിൽ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സോടുകൂടി ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാം എന്നുള്ളതാണോ? KPMS അടക്കമുള്ളവർ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തിൽ അടൂരിനെ പോലെ ഒരാളുടെ കോലം കത്തിക്കുകയും ചെരുപ്പുമാല അണിയിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ കാണുന്ന മലയാളി പ്രേക്ഷകർക്ക് പോലും വിഷമമുണ്ടാകും. ചില വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ്. എങ്ങനെയാണ് ആ പറഞ്ഞ പരാമർശത്തിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നത്? ആദ്യമേ പറയട്ടെ, ഈ ചർച്ചയുടെ തുടക്കം ഒന്നും എന്താ സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ വർത്തമാനം ഇരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് പുഷ്പവതിക്കെതിരെ അടൂർ നടത്തിയ പ്രസ്താവന പറ്റി ഞാൻ അത് ആദ്യം പറയാം. അത് വളരെ നീചവും ജനാധിപത്യ വിരുദ്ധവും പ്രതിഷേധാർഹവും ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഒരു നിലവാരമില്ലാത്ത ആ ഒരൊറ്റ പ്രസ്താവനയുടെ മേൽ അടൂരിനെതിരെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യേണ്ടുന്ന പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്തും ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഈ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു സവർണ വരേണ്യ മനോഭാവം എന്നുമായും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് പല മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോഴും ആളുകൾ ചോദിച്ചപ്പോഴും അവരോടൊക്കെ പറഞ്ഞ മറുപടി തന്നെയാണിത്. എന്നാൽ ഇന്നലത്തെ പ്രസ്താവന മുഴുവനായി, ആ പ്രഭാഷണം മുഴുവനായിട്ട് കേട്ട ഒരാളാണ് ഞാൻ. അപ്പോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം അല്ലെങ്കിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരുപാട് തരത്തിലുള്ള തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ. എനിക്ക് ആ പ്രഭാഷണം കേട്ട് നിൽക്കുമ്പോൾ എനിക്കത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായിട്ട് തന്നെയാണ് തോന്നിയത്. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ഈ വളച്ചൊടിക്കലിനൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട എതിരെ നിൽക്കുന്നവർക്കൊപ്പം നമ്മൾ കൂടുന്ന, അവർക്ക് അടി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോ ഈ വളച്ചൊടിക്കുന്ന വാർത്തകൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു. അല്ല അഭിലാഷ്, അതിലൊരു ഒരു പ്രശ്നം, ബാക്കി എല്ലാ സമയത്തും നീചമായിട്ടുള്ള പരാമർശം നടത്തി, വരണ്യ ബോധ്യത്തോടെ പരാമർശം നടത്തി എന്ന് പറയുകയും ഇതിനകത്ത് ശരിയായില്ല എന്ന് പറയുന്നത് താങ്കളുടെ ബോധ്യം മാത്രമാകാനല്ലേ സാധ്യത? ചാലയിലുള്ള ആൾക്കാരെ കുറിച്ച് നടത്തിയ പരാമർശത്തിലൊന്നും താൻ മാറുന്നേയില്ല എന്നാണ് ശ്രീ അടൂർ പറയുന്നത്. അങ്ങനെ സൗകര്യമുള്ള ഒരു പോർഷൻ എടുത്ത് അത് മാത്രം മാധ്യമങ്ങൾ അങ്ങ് വളച്ചൊടിച്ചു, ബാക്കിയെല്ലാം പുള്ളി പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? അങ്ങനെയല്ല. നിങ്ങൾ ആ സംഭാഷണം, ആ പ്രസംഗം ആളുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ ചോദിക്കട്ടെ, KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ പ്രഭാഷണത്തിന്റെ അവസാനം ഉണ്ടായിരുന്നല്ലോ. അതിൽ അദ്ദേഹം വീണ്ടും ആ കുട്ടികളെയും അവിടുത്തെ ജിജോയ് അടക്കമുള്ള ആൾക്കാരെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചല്ലോ. നിങ്ങൾ എപ്പോഴാണ് അത് വാർത്തയാക്കിയത്? ഈ ജാതി അധിക്ഷേപം എന്ന് പറയുന്ന ഒരു വാർത്ത അവിടെ എന്റെ കാഴ്ചപ്പാടിൽ ഞാനൊന്ന് വിശദീകരിച്ചു തരാൻ, ഞാൻ അതിനകത്ത് മറ്റു ചാനലുകളുടെ അല്ലെങ്കിൽ ഞാൻ അതിനിടയിൽ പെട്ടെന്ന് ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകത്തിന്, ഒരു സംസാരത്തിന് ഒരു ഘടന ഉണ്ടാവുമല്ലോ. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അർത്ഥം തെറ്റും. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ പുഷ്പവതി പ്രതിഷേധിക്കുന്നു സദസ്സിന്റെ ഇടത് സൈഡിൽ നിന്ന്. അദ്ദേഹം പെട്ടെന്ന് സ്റ്റക്കാവുന്നു, അങ്ങോട്ട് നോക്കുന്നു. പിന്നെ അതിനർത്ഥം വേറെ രീതിയിൽ മറന്നു. വിത്തിൻ ഒരു 5 മിനിറ്റിനുള്ളിൽ മാതൃഭൂമിയിൽ വാർത്ത വരുന്നു, അത് അടൂർ വിദ്വേഷ പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. നോക്കുക പറഞ്ഞ, ഞാൻ അടൂരിന്റെ സിനിമകളെ മാത്രം അല്ലെങ്കിൽ അടൂരിന്റെ സിനിമ എടുപ്പ് അല്ലെങ്കിൽ ഒരു പരിപൂർണ സംവിധായകൻ എന്നുള്ള നിലയിൽ മാത്രം അദ്ദേഹത്തെ കാണുന്ന, വ്യക്തിപരമായ അടൂരിന്റെ ദോഷങ്ങളെ കുറിച്ച് കാലങ്ങളായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇതിപ്പോ ഞാൻ പൂർണ്ണമായും കണ്ട കാര്യത്തെ റിപ്പോർട്ട് ചെയ്യാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന പോപ്പുലർ ഒപ്പീനിയനോടൊപ്പം എനിക്ക് നിൽക്കാമല്ലോ. ഞാൻ നിൽക്കാത്തത്, ഇത്രയും ശക്തമായിട്ട് എനിക്കെതിരെ ആളുകൾ പലരും എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളടക്കം, ഡോക്ടർ ബിജു അടക്കമുള്ള, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ബിജു ചേട്ടൻ അടക്കമുള്ള ആളുകൾ അത് അഭിലാഷ് കേട്ടത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഞാൻ കേട്ടതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ജാതിബോധം ഇല്ലെന്ന് ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. സവർണ മനോഭാവമുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹമെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിങ്ങനെയാണ്, അടൂരിന്റെ സിനിമകളെല്ലാം ഇനി റീവാച്ച് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ.
അന്ന് ഇപ്പൊ ഈ KR നാരായണൻ ഇപ്പൊ ഈ ഇഷ്യൂ വന്നപ്പോ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിഷയത്തിൽ ആ കുട്ടികൾക്കൊപ്പം നിൽക്കാത്ത പലരും, അന്ന് ആ കുട്ടികൾ പിന്തുണ അഭ്യർത്ഥിച്ചിട്ട് പോലും അതിനൊപ്പം നിൽക്കാത്ത പലരും ഇപ്പൊ ഈ വിഷയത്തില് സഭയായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് അന്ന് ആ വിഷയത്തിൽ ഒരാരും കൂടെ നിൽക്കാതിരുന്നു? ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊപ്പം പതിവാണ്. ആ പരിപാടിക്ക് ഞാനില്ല. ഒരു മുൻകാല മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിവാദത്തിന് പിറകിൽ അജണ്ട എന്താണ്? ഈ വിവാദത്തിന് പിന്നിൽ മാധ്യമങ്ങൾക്ക് എല്ലാ കാലവും അജണ്ട എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്നൊരു വാർത്ത കിട്ടണം. അടൂര് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഞാൻ കാണുന്നത്, ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ കേരള ഗവൺമെന്റ് നടത്തിയ മാതൃകാപരമായിട്ടുള്ള ഒരു സംരംഭമായിരുന്നു ഈ ഫിലിം കോൺക്ലേവ്. അത് വലിയ പരിപൂർണ വിജയമായിരുന്നു. അതിനെ നിങ്ങൾ അതിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ നടത്തിയ അജണ്ടയാണെങ്കിൽ മന്ത്രി ആർ ബിന്ദു അതിനൊപ്പം തുള്ളുമോ? മന്ത്രി ആർ ബിന്ദുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? മന്ത്രിക്ക് അത് മനസ്സിലാവില്ലേ? അപർണ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇടപെട്ടു. ഈ ഇടപെട്ടത് ആ അർത്ഥത്തിലേക്ക് എടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്നത്. അത് ലംഘിക്കുകയാണ്. ഇനി നിങ്ങൾ ബിന്ദു മന്ത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, അവർക്കും കാര്യം മനസ്സിലായില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ കാര്യം മനസ്സിലാക്കിയിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പ്രസംഗം ഞാൻ ചോദിക്കട്ടെ, എത്രയോ ആളുകൾ, ബ്ലസ്സി സാർ അടക്കമുള്ള ആളുകൾ, അതും പോട്ടെ, ഈ സദസ്സിൽ പുഷ്പവതി അല്ലാതെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവരാരും പ്രതികരിച്ചില്ലല്ലോ. എന്താണ് പ്രതികരിക്കാത്തത്? ഇനി അദ്ദേഹത്തിന്റെ ഒരു സവർണ മനോഭാവത്തിൽ ആ ഡയലോഗ് പറഞ്ഞതിനെ ന്യായീകരിക്കാമല്ലോ അദ്ദേഹത്തിന്. ഇന്ന് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പോയപ്പോൾ അതിനെ ന്യായീകരിക്കാമല്ലോ. അയാൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞതിനെ ആവർത്തിക്കുകയാണ് പുള്ളി ചെയ്തത്. അതിനെ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് എന്ന് അദ്ദേഹം ക്ലാരിറ്റി വരുത്തുകയാണ് ചെയ്തത്. ഞാനീ പറയുന്നത്, ഈ സർക്കാർ ആളുകൾക്ക് പണം കൊടുത്ത് സിനിമ ചെയ്യുന്നതിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്ന പോർഷൻ ഇന്നലെ അടൂർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അടൂരിന്റെ ജാതിബോധവും അടൂരിന്റെ ജാതി അധിക്ഷേപവും ഒന്നും റദ്ദ് അതിനൊക്കെ ഞാൻ പൂർണ്ണമായി അടൂരിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വിശ്വസിക്കുക. അതിന്റെ പേരിൽ ഒരുപാട് ആ പോയിന്റ് അംഗീകരിക്കുന്നു. ധന്യ, എത്രയോ കാലത്തിനു ശേഷമാണ്, അല്ലെങ്കിൽ എത്രയോ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു സിനിമാ കോൺക്ലേവ് വരുന്നത്. സിനിമാ കോൺക്ലേവ് കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട വാദങ്ങളൊക്കെ തള്ളിക്കളയുകയാണ് ഇങ്ങനെ ഒരു വിവാദത്തിലൂടെ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് അതിനകത്ത് പങ്കുണ്ട്. ഒപ്പം തന്നെ ഈ രീതിയിലുള്ള പ്രതിഷേധത്തിന് എത്ര പേർ ഒരുമിച്ച് നിന്നു? ഒരു പുഷ്പാവതി പോയി പടത്തല്ലാതെ എത്ര പേർ അതിരുന്ന് കേട്ടു? എത്ര പേർ എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ ചോദിക്കുന്നു. VC അഭിലാഷിനെ പോലെ ഒരാളിത് പറയുന്നത്, പല മുൻകാല സമയങ്ങളിലും അടൂരിനെ വിമർശിച്ച ഒരാളാണ് താങ്കൾ, പക്ഷേ ഇപ്പോഴതല്ല ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു അനാവശ്യ ഹൈപ്പായിപ്പോയോ?